نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل اقتربت الساعة وانشق القمر അന്ത്യദിനം അടുത്തെത്തിയിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. قال النبي صلى الله عليه وسلم بعثت أنا والساعة كهاتين. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യദിനത്തിനോടുള്ള ഒരടയാളമായി, അല്ലെങ്കിൽ അന്ത്യദിനം വളരെ അടുത്തു വരാനിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായാണ് എൻ്റെ നിയോഗം പോലും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. قال الله عز وجل اقترب للناس حسابهم وهم في غفلة معرضون. ആളുകൾക്ക് അവരുടെ വിചാരണയുടെ സമയം അടുത്തെത്തിയിരിക്കുന്നു, എന്നാൽ അവരാകട്ടെ അശ്രദ്ധയിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുകയാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വഫീഹാ തൻബീഹും മിനല്ലാഹി അലാ ഖുർബി ഖിയാമിസ്സാഅ. അന്ത്യദിനം അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതിനുള്ള സൂചനയാണ് ഈ ആയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ്. അഥവാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ ഹിസാബ്, അവരുടെ വിചാരണയുടെ സമയം അടുത്തെത്തിയിരിക്കുന്നു. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവരാകട്ടെ അവരുടെ ഗഫ്ലത്തിൽ, അശ്രദ്ധയിൽ, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ തിരിഞ്ഞു നടക്കുകയാണ് എന്ന് പറയുന്നതായ വചനം. അതുപോലെ തന്നെ സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂ. അല്ലാഹുവിന്റെ കൽപ്പന വന്നെത്തിയിരിക്കുന്നു,
അതുകൊണ്ട് അത് എപ്പോൾ സംഭവിക്കും എന്ന് നിങ്ങൾ ധൃതി കൂട്ടേണ്ടതില്ല. അതാ അംറുല്ലാഹ് ഫലാ തസ്തഅജിലു, അല്ലാഹുവിന്റെ കൽപ്പന വന്നെത്തിയിരിക്കുന്നു, അതുകൊണ്ട് അതെപ്പോൾ സംഭവിക്കുമെന്ന് നിങ്ങൾ ധൃതി പിടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തു ശൂറയിൽ വമാ യുദ്രീക ലഅല്ല അസ്സഅത തകൂനു ഖരീബാ, വമാ യുദ്രീക ലഅല്ല അസ്സഅത തകൂനു ഖരീബാ, ഇതാ അന്ത്യദിനം അങ്ങേയറ്റം അടുത്തെത്തിയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നിനക്കെന്തറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ അനവധി ആയത്തുകളിലൂടെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന അനവധി ഹദീസുകളിലൂടെയും അന്ത്യദിനത്തിന്റെ സമയം വളരെ അടുത്തെത്തിയതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൈഫ അതനഅം, യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം كيف أتنعم وصاحب القرن قد التقم قرنه ينتظر إذن الله سبحانه وتعالى أو كما قال النبي صلى الله عليه وسلم. കാഹളത്തിൽ ഊതാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മലക്ക് ആ കാഹളത്തിൽ ചുണ്ടുവെച്ച് അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാതോർത്തു നിൽക്കുന്നുവെന്ന് അറിയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ എങ്ങനെ ഇവിടെയുള്ള സുഖലോലുപതകൾ അനുഭവിക്കാൻ സാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും വഅദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ അസ്രി വഖദ് കാദ അശ്-ശംസു അൻ തഗീബ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വേണ്ടി ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ഏകദേശം അസ്തമയത്തോട് അടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ ബഖിയ ഇലാ ഖിയാമിസ് സാഅ, അന്ത്യദിനം സംഭവിക്കാനുള്ള സമയത്തേക്ക് ഇനി ബാക്കിയില്ല. ഇല്ലാ കമാ ബഖിയ മിൻ യൗമികും ഹാദാ, ഇന്നേ ദിവസം, ഈ ദിവസത്തിൽ ഫീമാ മദാ മിൻഹ്, ഇന്നത്തെ പകൽ സമയം മുഴുവൻ കഴിഞ്ഞ് സൂര്യന്റെ അസ്തമനത്തോട് അടുത്ത് നിൽക്കുമ്പോൾ ആ ഇനി എത്രയാണോ ബാക്കി നിൽക്കുന്നത് എന്നതുപോലെയാണ് ഈ ദുനിയാവിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് മുതൽക്ക് അതിന്റെ അവസാനം വരേക്കും ഇനിയുള്ള സമയമെന്ന് പറയുന്നത് ഇന്നേ ദിവസത്തിൽ ഈ സൂര്യൻ അസ്തമിക്കാൻ ഇരിക്കുന്ന സമയം പോലെയെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അഥവാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അന്ത്യദിനത്തിലേക്കുള്ള സമയം എന്ന് പറയുന്നത് ആ ദിവസത്തിൽ ഇനി എത്ര ദൈർഘ്യം ബാക്കിയുണ്ടോ എന്നതുപോലെ കഴിഞ്ഞുപോയ വർഷങ്ങളെ അപേക്ഷിച്ച് ഇനി ദുനിയാവിന് ബാക്കി നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ പരിമിതമായ സമയം മാത്രമാണ് എന്നുള്ളതാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം എന്ന് പറയുന്നത് തന്നെ അവന്റെ മൻ മാത ഫഖദ് ഖാമത് ഖിയാമതുഹു, ഒരാൾക്ക് അയാളുടെ മരണം വന്നെത്തിയാൽ അവന്റെ ഖിയാമത്ത് സംഭവിച്ചു എന്നാണ്. കാരണം പിന്നെ അവന് അമലുകളില്ല, പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം വിചാരണ മാത്രം കാത്തു നിൽക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അന്ത്യസമയം വന്നെത്തിക്കഴിഞ്ഞാൽ ആ അന്ത്യസമയത്തിന് ശേഷം പിന്നീട് അവനൊരു അമലുകളും ചെയ്യാൻ സാധിക്കുകയില്ല. ചെയ്ത അമലുകളുടെ പ്രതിഫലം ലഭിക്കുകയെന്നതല്ലാതെ ഇനിയൊരു അമൽ അവന് ചെയ്യാൻ സാധിക്കുകയില്ല. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു യസ്അലൂനക അനിസ് സാഅതി അയ്യാന മുർസാഹ, അല്ലാഹുവിന്റെ റസൂലേ അന്ത്യദിനം എപ്പോൾ സംഭവിക്കും എന്നതിനെക്കുറിച്ച് അവർ താങ്കളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ഫീമ അൻത മിൻ ദിക്റാഹ, അതെപ്പോൾ സംഭവിക്കുമെന്നതിനെ കുറിച്ച് താങ്കൾക്ക്
നൽകപ്പെട്ടിട്ടുള്ള അള്ളാഹു നൽകിയിട്ടുള്ളതായ അറിവല്ലാതെ അതിന്റെ കൃത്യമായ സമയം എപ്പോഴെന്ന് ഒരാൾക്കും തന്നെ അറിയുകയില്ല, താങ്കൾക്കും അറിയുകയില്ല. ഫീമ അൻത മിൻ ദിക്റാഹ ഇലാ റബ്ബിക മുൻതഹാഹ. അതെപ്പോഴാണ് എന്ന് കൃത്യമായി അറിയുന്നവൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബ് മാത്രമാണ്. ഇലാ റബ്ബിക മുൻതഹാഹ. എന്നാൽ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലെ അന്ത്യദിനത്തെ ഭയപ്പെടുകയും ജീവിതം നന്നാക്കുകയും ചെയ്യണമെന്ന് താങ്കൾ അവരോട് പറയുന്നത്? ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹ. അന്നേ ദിവസം റബ്ബിന്റെ വിചാരണക്ക് മുമ്പിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നുള്ള ബോധ്യത്തെ ഭയപ്പെടുന്നൊരു മനുഷ്യരുണ്ടല്ലോ, ആ ദിവസത്തെ ഭയപ്പെടുന്ന, അന്നേ ദിവസം അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്ന് ഭയപ്പെടുന്ന ആളുകൾക്കുള്ള താക്കീതുകാരൻ മാത്രമാണങ്ങ്, അല്ലേ? എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിക്കുന്ന ആൾക്ക് അത് അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. കാരണം അവൻ പരിഹസിച്ചുകൊണ്ട് നിഷേധാത്മകമായി ചോദിക്കുന്നു. എന്നാൽ അതേസമയം വിശ്വാസികളായ ആളുകളാണോ ചോദിക്കുന്നത് എങ്കിൽ എപ്പോൾ സംഭവിക്കുമെന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളവും ബാധകമാകുന്ന കാര്യമല്ല, മറിച്ച് അതിനുവേണ്ടി അവർ തയ്യാറെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അവരെ ബാധിക്കുന്നതായ കാര്യം. അതുകൊണ്ടാണ് ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹ, അതിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് താക്കീത് നൽകുന്ന വ്യക്തിയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അനവധി അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ നുബൂവത്തിന്റെ സത്യസന്ധത ബോധ്യപ്പെടുന്നതായ കാര്യങ്ങളും അതോടൊപ്പം അവന്റെ അമലുകൾ നന്നാക്കി റബ്ബിന്റെ വിചാരണയ്ക്ക് വേണ്ടി ഇന്ന് മരിച്ച് ഖബറിലേക്ക് പോയാൽ തന്റെ വിചാരണ നേരിടാൻ താൻ തയ്യാറാണോ എന്ന് പുനരാലോചിക്കുവാനുള്ള ഒരു കാര്യമാണ് ആ ദൃഷ്ടാന്തങ്ങളും ആയത്തുകളൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് അനർത്ഥമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം അവനിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോട് അടുത്താണുള്ളത് എന്ന വസ്തുതയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. റബ്ബ് നിശ്ചയിച്ചിരിക്കുന്ന സമയമെത്തിയാൽ ലാ യസ്തഖ്ദിമൂന സഅതൻ വലാ യസ്തഅഖിറൂൻ, ഒരു നിമിഷം അങ്ങോട്ടോ ഒരു നിമിഷം ഇങ്ങോട്ടോ ഒരാൾക്കും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ തഖ്വയോടുകൂടി ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ വരും ഖുത്ബകളിലൂടെ അന്ത്യദിനത്തിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, നമ്മൾ ഉൾക്കൊള്ളേണ്ട, മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ ഹദീസുകൾ മനസ്സിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ഷമിക്കുവാനും റബ്ബിന്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. واقم الصلاة.